എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഫ്രാക്ഷന്റെ അടുത്ത പാർട്ടിക്ക് കിടക്കാം. മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. അതായത് നമ്മൾ ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ പഠിച്ചു. അപ്പോൾ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്, ഡിനോമിനേറ്ററിനെ തൊടാൻ പാടില്ല, മുകളിൽ കിടക്കുന്നത് മാത്രം ആഡ് ചെയ്യുക, ആൻസർ എടുത്ത് എഴുതുക. ഇനി മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊരു പേജ് നമ്പർ 31 എക്സാമ്പിൾസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 4 strings of length 1/3 meter were laid end to end. What would be the total length? 4 പീസ് കമ്പി ഉണ്ട്. ഒരു കമ്പിയുടെ നീളം 1/3 മീറ്റർ ആണ്. ഒരു കമ്പിയുടെ നീളം എത്രയാ? 1/3 മീറ്റർ. അങ്ങനത്തെ 4 പീസുകൾ ഉണ്ട്. അപ്പോൾ അതിനെ എൻഡ് ടു എൻഡ് ആയിട്ട് ഇങ്ങനെ അറ്റങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ നേരെ നേരെ വെച്ചു എങ്കിൽ ഈ 4 പീസുകളും കൂടി ചേരുമ്പോൾ എത്ര മീറ്റർ ഉണ്ടാവും ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് അറിയേണ്ടത്. ഒരു പീസിന്റെ നീളം 1/3 ആകുമ്പോൾ 4 പീസിന്റെ അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. 4/3 ഇൻറ്റു 4. 4/3 ഇൻറ്റു 4. എങ്ങനെയാണ് ഇൻറ്റു ചെയ്യുക? ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നേരെ നേരെ കിടക്കുന്നത് ഇൻറ്റു ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. താഴെ താഴെ കിടക്കുന്നതാണ്, അടിയിലും മുകളിലായിട്ട് കിടക്കുന്നതിനെ ഡിവൈഡ് ചെയ്യണം. നേരെ നേരെ കിടക്കുന്നത് ഇൻറ്റു ചെയ്യണം. മനസ്സിലായില്ലേ? ഇതിലിപ്പോൾ നേരെ നേരെ എന്ന് പറയുമ്പോൾ 3 താഴെയാണ്. ഇത് ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് എടുത്ത് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ 1/3 ഇൻറ്റു 4 ഇങ്ങനെ. അപ്പോൾ 4ഉം 1ഉം നേരെ നേരെ കിടക്കുന്നതാണ്. അപ്പോൾ അത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. 3ക്ക് ഇൻറ്റു ചെയ്യാൻ വേണ്ടി ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പോൾ 3 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ 1ഉം 4ഉം തമ്മിൽ ഇൻറ്റു ചെയ്യണം. 1 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3ക്ക് ഇൻറ്റു ചെയ്യാൻ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ 3 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. 4 ഇൻറ്റു 1 എത്ര വരാ? 4 ഡിവൈഡഡ് ബൈ 3 വന്നു. ഇത്രയും മീറ്റർ ആണ് ഈ 4 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 4/3 എന്ന് പറയുമ്പോൾ എന്താ? ന്യൂമറേറ്റർ വലിയ നമ്പറും താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ ചെറുതുമായി. അപ്പോൾ നമുക്ക് അതിനൊന്ന് ബാലൻസ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് എഴുതാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 4നെ നമുക്ക് 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. 4/3 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡ് ബൈ 3 അല്ലേ? 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം പോയി, ബാക്കി 3 1 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ കിട്ടിയത് ഹോൾ നമ്പർ ആയിട്ട് എടുത്ത് എഴുതി, റിമൈൻഡർ മുകളിൽ എഴുതി, ഡിവൈഡ് ചെയ്ത് 3 എഴുതി. അപ്പോൾ 1 and 1/3 meters നമുക്ക് ആൻസർ കിട്ടി. അപ്പം മൊത്തം നമ്മൾ ഈ 1/3 പീസുകളുടെ 4 പീസുകളെ തമ്മിൽ ചേർത്ത് വെച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? മൊത്തം നീളം 1 and 1/3 meters. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ 1/3 മീറ്റർ നീളമുള്ള 4 പീസുകളെ നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് 1/3 ഇൻറ്റു 4 ചെയ്തു, അല്ലെങ്കിൽ 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 അങ്ങനെയും ചെയ്യാം. 4 പ്രാവശ്യം ആഡ് ചെയ്തിട്ടും ചെയ്യാം. ഇനി 2/3 വീതമാണ് നീളം വെച്ചെങ്കിലോ? 2/3 വീതമാണെങ്കിൽ 2/3 പ്ലസ് 2/3 പ്ലസ് 2/3 പ്ലസ് 2/3 അല്ലെങ്കിൽ 2. അപ്പോൾ ഇതെങ്ങനെ വരാമെന്ന് ആദ്യം പറയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യാൻ വരുമ്പോൾ ന്യൂമറേറ്ററുകൾ തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 അല്ലേ? 3നെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എടുത്ത് എഴുതണം. 2 2 4 2 6 2 8/3 വന്നു. അപ്പോൾ 8നെ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 2 പ്രാവശ്യം പോയി, ബാക്കി 2. അപ്പോൾ 2 ആൻസർ 2 താഴെ വന്ന് നിൽക്കണു ബൈ 3. 2 and 2/3 മീറ്റർ ആൻസർ കിട്ടി. ഇനി ഇത് നമ്മൾ ഇൻറ്റു ചെയ്യാം. നമുക്ക് ആഡും ചെയ്യാം. ആഡ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും സിമ്പിളാണ് മൾട്ടിപ്ലൈ ചെയ്യൽ അല്ലേ? റിപ്പീറ്റഡ് ആയിട്ടുള്ള അഡിഷനാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് 2/3 ആണ് ഒരെണ്ണത്തിൻ്റെ നീളം. അങ്ങനത്തെ 4 പീസസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3 ഈക്വൽസ് എത്ര വന്നു? 2 ഇൻറ്റു 4 8. 8/3. ഇതിനെ നേരത്തെ പോലെ തന്നെ 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 ബാക്കി 6 2. അപ്പോൾ 2 ഉത്തരം 2/3. അതെന്നെ ആൻസർ വന്നു. സെയിം ആൻസർ തന്നെ കിട്ടി. അപ്പോൾ അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഇതാണ് കുറച്ചുകൂടി എളുപ്പം അല്ലേ? ഇതല്ലേ എളുപ്പം? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായില്ലേ ഫ്രാക്ഷൻ്റെ?
അതുപോലെ ആ പേജിൽ തന്നെ ഹൗ ഡു വി കാൽക്കുലേറ്റ് 10 ടൈംസ് 2/3 അതിൽ തന്നെ കൊടുത്തിരിക്കുന്നു 2/3 10 ടൈംസ് ഉണ്ട്, അതായത് 10 2/3കൾ കൂടി ചേർന്നാൽ എത്ര വരുന്നു. അപ്പോൾ 10 2/3കൾ നമുക്ക് 2/3 പ്ലസ് 2/3 പ്ലസ് അങ്ങനെ 10 പ്രാവശ്യം ഇട്ട് ആഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്, 2/3 നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ ഇൻറ്റു 10. അതായത് എന്ത് വരും, എങ്ങനെ ചെയ്യാ, 2 × 10 ഡിവൈഡഡ് ബൈ 3 അല്ലേ, നേരെ കിടക്കുന്നത് തമ്മിൽ ഇൻറ്റു ചെയ്യാം. അപ്പോൾ എത്ര വരും, 20 ഡിവൈഡഡ് ബൈ 3 കിട്ടി. അപ്പോൾ ഈ ന്യൂമറേറ്റർ വലിയതാണ്, ഡിനോമിനേറ്റർ ചെറുതായി പോയപ്പോൾ നമുക്ക് അതിനെ ശരിയാക്കാം. എങ്ങനെയാ, 20നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര പ്രാവശ്യം പോവും, 6 പ്രാവശ്യം പോവും. ബാക്കി 18 അല്ല, ബാക്കിയല്ല 6 3 18, ബാക്കി 2, റിമൈൻഡർ 2 വന്നു. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയാണ് എടുത്ത് എഴുതുക, ഫ്രാക്ഷൻ ആക്കിയിട്ട് 6 ഹോൾ നമ്പർ ആയിട്ട് എഴുതി, റിമൈൻഡർ വന്ന് 2 മുകളിൽ എഴുതി, ഡിവൈഡ് ചെയ്ത് 3 താഴെയും എഴുതി. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ, 6 and 2/3. ഈസി അല്ലേ. അതുപോലെ പേജ് നമ്പർ 32 ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 3/4 liters of milk. How many liters of milk is there in 7 such bottles? 3/4 ലിറ്റർ മിൽക്കാണ് ഒരു ബോട്ടിൽ കൊള്ളുക. 3/4 ലിറ്റർ, അതായത് 750 ml അല്ലെ, 3/4 ലിറ്റർ മിൽക്ക് ഒരു ബോട്ടിൽ കൊള്ളും. അങ്ങനെയാണെങ്കിൽ 7 സച്ച് അതുപോലുള്ള 7 ബോട്ടിൽസിലും കൂടിയിട്ട് എത്ര ലിറ്റർ കൊള്ളും, 3/4 × 7 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 7 × 3/4 നേരെ കിടക്കുന്നത് ഇൻറ്റു ചെയ്യാം. ഡിനോമിനേറ്ററിന് ഇൻറ്റു ചെയ്യാൻ ഇവിടെ വേറെ ഒന്നുമില്ല, ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഈക്വൽ 7 × 3 എത്ര വന്നേ, 21 അല്ലേ, 21 ഡിവൈഡഡ് ബൈ 4. അപ്പൊ നമുക്ക് സാധാരണ ചെയ്യണ പോലെ ന്യൂമറേറ്റർ നമുക്ക് വലുത് വേണ്ട, നമുക്ക് അതിനെ ചെറുതാക്കാം. അപ്പൊ 21 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 21 എത്ര പ്രാവശ്യം പോവും, 5 പ്രാവശ്യം അല്ലേ, 20, ബാക്കി 1. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയ 5 എടുത്ത് എഴുതി, 1/4. 5 and 1/4 5.25 ലിറ്റർ ആണ് മൊത്തം ഉണ്ടാവുക. സെയിം പേജിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. an iron block weighs 1/4 കിലോഗ്രാം. ഒരു അയൺ ബ്ലോക്കിന് എത്ര കിലോഗ്രാം തൂക്കമുണ്ട്, 250 ഗ്രാം, അതായത് 1/4 1/4 കിലോഗ്രാം തൂക്കമുണ്ട്. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 15 സച്ച് ബ്ലോക്സ്? ഇതേപോലെയുള്ള 15 ബ്ലോക്സ് ഉണ്ട്, 15 ഇരുമ്പ് ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് മൊത്തം എത്ര വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വെയിറ്റ് ഒരെണ്ണം എന്ന് പറയുന്നത് 1/4 kg ആണ്. അങ്ങനത്തെ എത്ര പീസ് ഉണ്ട്, 15 സച്ച് ബ്ലോക്സ്. അപ്പൊ എന്താ ചെയ്യണ്ടേ, 1 × 15/4 അല്ലേ. അപ്പൊ 15/4 വന്നു. ഇനി നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. 4 15 3 ടൈംസ് 12/3 അല്ല, ബാക്കി 3, 15 12 പോയി, ബാക്കി 3. അപ്പൊ എത്ര ആൻസർ എഴുതാ, ആൻസർ കിട്ടിയ 3 എടുത്ത് എഴുതി, റിമൈൻഡർ കിട്ടിയ 3 മുകളിൽ എഴുതി, 4. 3 and 3/4 kg, അതായത് 3.25 കിലോഗ്രാം ഉണ്ടാവും 15 പീസ് ഉണ്ടെങ്കിൽ. മനസ്സിലായോ? അതിൽ വേറെ പ്രശ്നം ഉണ്ടാ. വാട്ട് അബൌട്ട് 16 ബ്ലോക്സ്? ഇനി 15ന് പകരം 16 ബ്ലോക്സ് ഉണ്ടായിരുന്നെങ്കിലോ എത്ര വരും? അപ്പൊ നമ്മൾ 1/4നെ 15 പീസ് ഉണ്ട്, 15 കഷ്ണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 15 കൊണ്ട് ഇൻറ്റു ചെയ്തു. 16 കഷ്ണങ്ങളാണെന്ന് വെച്ചെങ്കിലോ 16 കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇൻറ്റു 16. അപ്പൊ എത്ര വരും, 16 × 1 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 16 ഡിവൈഡഡ് ബൈ 4 അല്ലേ, 16 ഡിവൈഡഡ് ബൈ 4 അല്ലേ വരാം. 16 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ അറിയാം. 4 16 എത്ര പ്രാവശ്യം പോവും, 4 ടൈംസ് പോവും. അപ്പൊ 4 കിലോഗ്രാം. അതായത് നേരത്തെ 15 കഷ്ണങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ 3.25 കിലോനാണ് ഉണ്ടായിരുന്നത്. 3.25 കിലോനുണ്ടായിരുന്നു 15 കഷ്ണങ്ങൾ. ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ 1/4 കിലോയാണ്, 1/4 കിലോഗ്രാം ആണ്. അപ്പോൾ 3.25 കൂടെ 1/4 കൂടി ചേർന്നപ്പോൾ 4 കിലോഗ്രാം ആയി. ഇത് ചെയ്ത് നോക്കാണ്ട് തന്നെ നമുക്കത് അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഈച്ച് ഓഫ് സം അയൺ റോഡ്സ് ഓഫ് ലെങ്ത് 2 meters. കുറച്ച് അയൺ റോഡ്സ് ഉണ്ട്, ഓരോന്നിന്റെയും നീളം എന്ന് പറയുന്നത് 2 meter വീതമാണ്. ഇനി ഇതിനെ ഇസ് കട്ട് ഇൻറ്റു 5 ഈക്വൽ പാർട്സ്. ഇങ്ങനത്തെ ഓരോ പീസിനെയും 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാണ്. കുറേ പീസുകളുണ്ട്, എല്ലാത്തിൻ്റെ നീളം 2 meter വീതമാണ് ഉള്ളത്. അടുത്ത ഓരോ പീസിനെയും 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് എങ്കിൽ
വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഓരോ പീസിന്റെയും നീളം എത്രയാണ്? അപ്പോൾ മൊത്തത്തിന്റെ നീളം 2 മീറ്റർ ആണ്. 2 മീറ്റർ. അതിനെ 5 ഈക്വൽ പാർട്സ് ആക്കണം. 2/5. 2 ഡിവൈഡ് ബൈ 5 നമുക്ക് ഇങ്ങനെ എഴുതാം 2/5 അല്ലെ? അല്ലാണ്ട് 2 നമ്മൾ എങ്ങനെയാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 2/5 അങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതുന്നതും കറക്റ്റ് ആണ്. അപ്പോൾ 2 മീറ്റർ നീളമുള്ള ഒരു അയൺ റോഡിനെ 5 ഈക്വൽ പാർട്സ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു പാർട്സിന്റെ നീളം 5 ഈക്വൽ പാർട്സ് ആക്കി. അപ്പോൾ അതിന് 2/5. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് അതില്? അപ്പൊ ഒരു കഷ്ണത്തിന്റെ നീളമാണ് 2/5. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 സച്ച് പീസസ്? ഇങ്ങനത്തെ 4 പീസസ്, ഒരെണ്ണത്തിന്റെ നീളം 2/5 ആണ്. അങ്ങനത്തെ 4 പീസസ് ഉണ്ടെങ്കിൽ മൊത്തം എത്ര നീളമായിരുന്നു? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 × 4/5 = 8/5. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ ഇതാണ്. അപ്പൊ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? 5 8 ഒരു പ്രാവശ്യം 5 ബാക്കി 3. 1 and 3/5. 1 and 3/5 മീറ്റർ ആണ് 4 പീസ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ വരിക അല്ലേ? ഇനി വേറെ ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായില്ല. വാട്ട് അബൌട്ട് 10 സച്ച് പീസസ്? ഈ 2/5 എന്ന് പറയുന്നത് ഒരു പീസിന്റെ നീളാണ്. അങ്ങനത്തെ 10 പീസസ് ഉണ്ടെങ്കിൽ എത്ര വരും? 10 പീസസ്. അപ്പൊ എന്താ വരാ? 2 × 10 ഡിവൈഡഡ് ബൈ 5 അല്ലേ? 2 10 ഡിവൈഡ് ചെയ്തു ബൈ 5. അപ്പൊ എന്ത് വരും? 20 ഡിവൈഡഡ് ബൈ 5. ന്യൂമറേറ്റർ വലുതാണ്, നമുക്ക് അതിനെ ചെറുതാക്കാം. 20 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 4. ഡിവൈഡ് ചെയ്ത് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് നമുക്കറിയാം എത്രയാണ് ആൻസർ വന്നത്? 4 മീറ്റർ. അപ്പൊ 2/5 മീറ്റർ വീതം നീളമുള്ള 10 പീസസ് തമ്മിൽ ജോയിൻ ചെയ്ത് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുകയാണെങ്കിൽ മൊത്തം എത്ര നീളം വരും? എത്ര വരും? 4 മീറ്റർ വരും. മനസ്സിലായില്ലേ? ഈ നെക്സ്റ്റ് പേജിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. There are some cans. കുറച്ച് ക്യാൻസ് ഉണ്ട്. ഈച്ച് കണ്ടെയ്നിങ് 5 liters of milk. ഓരോ ക്യാനിലും എത്ര മിൽക്ക് വീതം കൊള്ളും? 5 ലിറ്റർ മിൽക്ക് കൊള്ളും. The milk in each vessel is used to fill 6 identical bottles. ഓരോ വെസലിന്റെയും, അതായത് ഒരു വെസലിൽ എത്ര കൊള്ളുന്ന പറഞ്ഞേ? ഒരു പാത്രത്തിൽ 5 ലിറ്റർ മിൽക്ക് കൊള്ളും. അതിനകത്ത് ഒരു പാത്രത്തിലത്തെ എടുത്തിട്ട് ഓരോ പാത്രത്തിലത്തെയും 5 ലിറ്റർ വീതമുള്ള മിൽക്ക് എടുത്തിട്ട് ഒരു 5 ലിറ്ററിനെ എത്ര ബോട്ടിലാക്കണം? 6 ബോട്ടിലാക്കണം. ഒരേപോലെ അളവുള്ള 6 ബോട്ടിലാണ് ഈ 5 ലിറ്റർ മിൽക്ക് നിറയ്ക്കേണ്ടത്. മനസ്സിലായില്ലേ? കുറെ ക്യാൻസ് ഉണ്ട് അങ്ങനത്തെ, ഓരോന്നിനും 5 ലിറ്റർ വീതമാണ് കൊള്ളുക. അപ്പൊ എത്രയാണ്? ഒരു ക്യാനിൽ കൊള്ളുന്നത് 5 liters ഓഫ് മിൽക്ക് ആണ്. അത് ഒരെണ്ണത്തിലത്തെ ലിറ്ററിനെ 6 ബോട്ടിൽ നിറയ്ക്കണം എന്നാണ് പറയുന്നത്. ഈക്വൽ ആയിട്ടുള്ള 6 ബോട്ടിൽ നിറയ്ക്കണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേ? നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഹൗ മച്ച് മിൽക്ക് ഈസ് ദർ ഇൻ 1 ബോട്ടിൽ? ഒരു ബോട്ടില് എത്ര ലിറ്റർ ഉണ്ടാവും? 5 ലിറ്റർ നമ്മൾ എത്ര ബോട്ടിലാക്കുന്നു? 6 ബോട്ടിലാക്കുന്നു. അപ്പോ ഒരു ബോട്ടിൽ എത്ര ഉണ്ടാവും? അതായത് ഇങ്ങനെ 5 ലിറ്ററിനെ 6 ഈക്വൽ ഭാഗങ്ങളായിട്ട് നമ്മൾ ഭാഗിക്കുന്നു. 5 ഡിവൈഡഡ് ബൈ 6 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 5/6 എഴുതാം അല്ലേ? അപ്പൊ 5/6 ലിറ്റർ ആണ് ഓരോ ബോട്ടിലും കൊള്ളുന്ന മിൽക്കിന്റെ അളവ് എന്ന് പറയുന്നത്. ഹൗ മച്ച് മിൽക്ക് ഇൻ 3 സച്ച് ബോട്ടിൽസ്? അങ്ങനത്തെ 3 ബോട്ടിൽ എടുത്താൽ ഈ 5/6 ലിറ്റർ ആണ് ഒരു ബോട്ടിൽ. അങ്ങനത്തെ 3 ബോട്ടിൽ എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 × 5 15/6 അല്ലേ? അപ്പൊ നമുക്ക് 15നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 2 12 ബാക്കി 3 അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? നമുക്ക് 2 and 3/6 ലിറ്റർ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ 3/6 എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അത് ലോവസ്റ്റ് ഫോമിലല്ല. ലോവസ്റ്റ് ഫോമിലാക്കാനായിട്ട് ഇതിൽ രണ്ടിലും ഏതാ പോവാ? രണ്ടിലും 3 പോകും. അപ്പൊ 3ൽ 3 ഒരു പ്രാവശ്യം പോയി, 6ൽ 2 പ്രാവശ്യം പോയി. അപ്പൊ എത്ര വരും? 2 and 1/2 liters. മനസ്സിലായ? 5/6
ആണ് ഒരു ബോട്ടിൽ കൊള്ളുക. അങ്ങനത്തെ 3 സച്ച് ബോട്ടിലിൽ മൊത്തം എത്ര ഉണ്ടാവും? 5/6 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് 15/6 ആണ് വന്നത്. അപ്പം അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 6 ആൻഡ് 2 ഉത്തരം കിട്ടിയത് 2 ആണ്. അപ്പോൾ 2 നമ്മൾ ഹോൾ നമ്പർ ആയിട്ട് 2 ആൻഡ് 3/6 വന്നു. ആ 3/6 നോക്കിയാൽ 3ലും 3 പോവും, 6ലും 3 പോവും. അപ്പോൾ രണ്ടിലും 3 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 1/2 കിട്ടി. അപ്പം 2.5 ലിറ്റർ ഉണ്ടാവും. ആ ബോട്ടിൽ 3 എണ്ണം എടുക്കുകയാണെങ്കിൽ അതിലത്തെ മിൽക്ക് 3 കൂടി കൂട്ടിയാൽ എത്ര ഉണ്ടാവും? 2.5 ലിറ്റർ ഉണ്ടായിരിക്കും. ഇനി അതിൽ വേറെ ക്വസ്റ്റൻ ഉണ്ട്. ഇൻ 12 ബോട്ടിൽസിലോ 3 ബോട്ടിൽസിൽ ഇത്ര ഉണ്ടെങ്കിൽ 12 ബോട്ടിൽസിൽ എത്ര ഉണ്ടാവും? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ബോട്ടിലത്തെ മിൽക്ക് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 5/6 ആയിരുന്നു. ആ 5/6 നമുക്ക് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? 12 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ 12 × 5 എത്രയാ? 60 അല്ലേ? 60 / 6 വന്നു. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഇതിനെ വെട്ടിക്കളയാൻ പറ്റും. 6 1 ടൈം 60 ൽ 6 എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം. അപ്പൊ 10 ലിറ്റർ മിൽക്ക് ഉണ്ടായിരിക്കും. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പാർട്ട് ഓഫ് പാർട്ട്, അതായത് പാർട്ടിന്റെ പാർട്ട്. What is the half of 1/3? 1/3 ഹാഫ് എത്രയാണ്? 1/3 പകുതി. അതാണ് പാർട്ട് ഓഫ് പാർട്ട്. അതെങ്ങനെ ചെയ്യാം? അതായത് ഈ ഓഫ് വന്നു കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്യാൻ ചിന്തിച്ചാൽ മതി. അത് ഓർത്ത് കഴിഞ്ഞാൽ സിമ്പിളാണിത്. അല്ലാണ്ട് ഇതിന്റെ ലോജിക്കിലേക്കൊക്കെ നമ്മൾ ആഴ്ന്ന് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ പുകയും തലയൊക്കെ. അപ്പൊ അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഹാഫ് ഓഫ് 1/3 അങ്ങനെയല്ലേ പറയുന്നത്? ഹാഫ് ഓഫ് 1/3. അപ്പോൾ ഫ്രാക്ഷനിൽ ഇങ്ങനെ ഓഫ് വന്നു കഴിഞ്ഞാൽ ഈ ഓഫിന്റെ സ്ഥാനത്ത് ഇൻറ്റു ആണ് വരികയെന്ന് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/2 എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഓഫിനെ നമ്മൾ ഇൻറ്റു ആക്കി. 1/3 1/2 ഇൻറ്റു 1/3 മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നേരെ കിടക്കുന്നത് വേണം ഇൻറ്റു ചെയ്യാൻ അല്ലേ? അപ്പൊ 1ഉം 1ഉം തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു. 1 × 1 ഡിവൈഡഡ് ബൈ 2ഉം 3ഉം കൂടിയിട്ട് ഇൻറ്റു ചെയ്യുന്നു. 2 × 3 ഈക്വൽസ് 1 × 1 1 2 × 3 6. അപ്പൊ എത്രയാണ് 1/3 ഹാഫ് എന്ന് പറയുന്നത്? 1/6. എളുപ്പല്ലേ? ഇനി ഇതുപോലെ 1/4 ഓഫ് 1/3 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1/4 ഓഫ് 1/3. ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റു ആണ്. അപ്പൊ നമുക്ക് നേരെ ഇൻറ്റു ചെയ്താൽ പോരെ? 1 × 1 1 4 × 3 12. ആൻസർ കിട്ടി. സിമ്പിൾ. ഇനി ഇങ്ങനെയാണെങ്കിൽ 1/6 ഓഫ് 1/4 എത്രയാണ്? 1/6 ഓഫിന് വരെ നമുക്ക് ഇൻറ്റു ഇടാം. 1/6 ഓഫ് 1/4. 1/4ന്റെ കാൽ ഭാഗത്തിന് വീണ്ടും 6 പാർട്സ് ആക്കിയിട്ട് അതിലത്തെ ഒരു പാർട്ട് എത്ര ഉണ്ടാവുന്നതാണ് ഇതിന്റെ അർത്ഥം. 1/6 ഓഫ് 1/4 എത്ര വരും? 1 × 1 1 6 × 4 എത്ര വരും? 24 അല്ലേ? കിട്ടിയില്ലേ? ഇനി പേജ് നമ്പർ 35 നോക്കിയാൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് ഇനി അത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A string of length 1 meter is cut into 5 equal parts. 1 meter ആണ് മൊത്തം ഉണ്ടായത്. അതിനെ 5 equal parts ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ by 5 അല്ലേ? 1നെ 5 ആക്കി 5 equal parts ആക്കി. 1 divided by 5 എന്നും എഴുതാം. 1/5 ഫ്രാക്ഷൻ രൂപത്തിലാണ് നമ്മൾ എഴുതി. ഇനി what is length of half of one such piece? ഇതിന്റെ half of എന്ന് പറയുമ്പോൾ ഓഫ് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇൻറ്റു വരും. ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2. 1/5ന്റെ ഹാഫ് എത്ര വരും എന്നാണ് ചോദ്യം. അപ്പൊ എത്ര വരും? 1/5 × 2 10. 1/10 മീറ്റർ ആണ് ഒരു കഷ്ണത്തിന്റെ നീളം. 1 മീറ്ററിന് 5 കഷ്ണമാക്കിയപ്പോൾ 1/5. ഇനി അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ മൊത്തം 10 പീസാക്കാന്ന് അർത്ഥം അല്ലേ? അപ്പൊ 1/10 വന്നു. ഹൗ മെനി സെന്റിമീറ്റേഴ്സ്? ഈ 1/10 കിട്ടിയിരിക്കുന്നത് മീറ്റർ ആണ്. അതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്ര ഉണ്ടാവുമെന്നാണ് ചോദ്യം. അപ്പോ 1/10 മീറ്റർ ആണ്. സെന്റിമീറ്ററിലാക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? മീറ്ററിനെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റേഴ്സ് ആണ്.
അപ്പോൾ 1/10 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 100. അതായത് 100 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 100 തന്നെ ഡിവൈഡഡ് ബൈ 10 വന്നു. 10ന്റെ ഈ 0 വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 10. അപ്പോൾ ഒരു പീസ് എത്ര ഉണ്ടായിരിക്കും? 10 സെന്റിമീറ്റേഴ്സ്. നെക്സ്റ്റ് വൺ, 1 ലിറ്റർ ഓഫ് മിൽക്ക് ഉണ്ടായിരുന്നു. ഫിൽസ് 2 ഐഡന്റിക്കൽ ബോട്ടിൽസ്. ഒരേ വലിപ്പമുള്ള 2 ബോട്ടിൽ നിറച്ചു ഈ 1 ലിറ്റർ മിൽക്ക് കൊണ്ട്. അപ്പോൾ ഓരോ ബോട്ടിലും എത്ര ലിറ്റർ വീതം ഉണ്ടാവും? 1 ലിറ്ററിന് തുല്യമായിട്ട് വായിക്കുമ്പോൾ അര ലിറ്റർ വീതം ഉണ്ടാവും അല്ലേ? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? എ ക്വാർട്ടർ ഓഫ് ദ മിൽക്ക് ഇൻ 1 ബോട്ടിൽ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? 1 ലിറ്റർ മിൽക്കാണ് മൊത്തമുള്ളത്. അതിനെ 2 ഐഡന്റിക്കൽ ബോട്ടിലിൽ വീതമായപ്പോൾ അര വീതം വന്നു അല്ലേ? അതിന്റെ ക്വാർട്ടർ ഒരു ബോട്ടിൽ തിണ്ടെടുത്തു. ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2 ലിറ്റർ ആണ്. അതിന്റെ ക്വാർട്ടർ, എ ക്വാർട്ടർ ഓഫ്. അപ്പൊ ഇതിന്റെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ആണ് ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട മിൽക്ക്. അപ്പൊ അര ലിറ്ററിന്റെ ബോട്ടിലത്തെ ക്വാർട്ടർ ഭാഗം, 4/1 ഭാഗമാണ് നമുക്ക് ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടത്. 1/2 ഇൻറ്റു 1/4. 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 4 8. അപ്പൊ 1/8 ലിറ്റർ മിൽക്കാണ് എന്തിനു വേണ്ടത്? ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ വേണ്ട മിൽക്ക് എന്ന് പറയുന്നത്. ഇനി ഹൗ മച്ച് മിൽക്ക് വാസ് യൂസ്ഡ് ടു മേക്ക് ടീ, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഹൗ മെനി മില്ലി ലിറ്റേഴ്സ്? ഇനി ലിറ്റർ നമുക്ക് മില്ലി ലിറ്റർ ആക്കി മാറ്റണം. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ്? 1000 മില്ലി ലിറ്റർ ആണ്. അപ്പൊ ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 1000 ചെയ്താൽ മതി. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ 1/8 ലിറ്റർ ആണ്. അതിനെ 1000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് മില്ലി ലിറ്റർ കിട്ടും. അപ്പൊ എത്രയായിരുന്നു? 1000 ഡിവൈഡഡ് ബൈ 8. അപ്പൊ നമുക്ക് 1000നെ നമുക്കൊന്ന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? 10ൽ ഒരു പ്രാവശ്യം 8, ബാക്കി 2, 20ൽ 2 ടൈംസ് പോയി 16, ബാക്കി 4, ഇനി 0 കൂടെ ആക്കിയിട്ട് 40ൽ 5 ടൈംസ് 8 ഇൻറ്റു 5 40 പോയില്ലേ കംപ്ലീറ്റ്. അപ്പൊ എത്ര കിട്ടി? 125 ml മില്ലി ലിറ്റർ. 125 മില്ലി ആണ് വേണ്ടത് നമുക്ക് ഒരു കപ്പ് ഓഫ് ടീ ഉണ്ടാക്കാൻ. മനസ്സിലായില്ലേ? ആദ്യം 1 ലിറ്റർ മിൽക്കാണ്, അതിനെ 2 ആയി ഭാഗിച്ചു. 2 ആയി ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ 1നെ ഡിവൈഡഡ് ബൈ 2, അതായത് 1/2. അപ്പോൾ 1/2 ഈച്ച്. ഓരോ ഐഡന്റിക്കൽ ബോട്ടിലും 1/2 ലിറ്റർ വീതം ഉണ്ടാവും. ഇനി ഈ 1/2ന്റെ ക്വാർട്ടർ ഓഫ് 1/2. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാ? ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2, ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4. 1/4 ഇൻറ്റു 1/2 ആണ് ഒരു ചായക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനെ കണ്ടുപിടിച്ചു. തേർഡ് ക്വസ്റ്റ്യൻ, 1 kilogram yam is cut into 3 equal pieces. 1 കിലോഗ്രാമിന്റെ യാം എന്ന് പറഞ്ഞാൽ ചേന. 1 കിലോഗ്രാം ചേന വാങ്ങിച്ചിട്ട് നമ്മൾ അതിനെ 3 ഈക്വൽ പീസ് ആയിട്ട് കട്ട് ചെയ്തു. One of the pieces is halved. അതിൽ ഒരു പീസിന് പിന്നെയും പകുതിയാക്കി. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദിസ് പീസ്? അപ്പൊ എന്താണ് നമ്മൾ ചെയ്തത്? ആദ്യം ചെയ്തത് എന്തിട്ടാണെന്ന് പറഞ്ഞിട്ട് 1 കിലോഗ്രാം യാമിന് 3 ഈക്വൽ പാർട്സ് ആക്കി. അപ്പൊ 1 കിലോഗ്രാമിനെ 3 ഈക്വൽ ആക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 3, അതായത് 1/3 കിലോഗ്രാം ആണ് ഒരു പീസ് ഉള്ളത്. ഇനി ഇതിന്റെ ഹാഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ കാണുക? 1/3 ഇൻറ്റു 1/2 അല്ലേ? അപ്പൊ 1/3 ഇൻറ്റു 2 6, 1/6 കിലോഗ്രാം ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, half the children in a class are girls. ഒരു ക്ലാസ്സിലത്തെ മൊത്തം കുട്ടികളുടെ ഹാഫ്, പകുതി പേര് ഗേൾസ് ആണ്. A third of them are in the math club. ഇനി ആ പകുതി കുട്ടികളിൽ 1/3 പേര് മാത്ത് ക്ലബിലുണ്ട്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ക്ലാസ് ആർ ദേ? അങ്ങനെയാണെങ്കിൽ മൊത്തം ക്ലാസ്സിന്റെ എത്രയാണ് ഫ്രാക്ഷൻ അവർ വരാം? അപ്പൊ മൊത്തം ക്ലാസ് 1 ആയിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹാഫ് പേര് പെൺകുട്ടികളാണ്. അപ്പൊ ഹാഫ് ഇത്രയും പെൺകുട്ടികളാണ്. അപ്പൊ പെൺകുട്ടികളുടെ ഫ്രാക്ഷൻ നമുക്ക് കിട്ടി. ഇനി അതല്ല നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ മൊത്തം എണ്ണത്തിന്റെ ഫ്രാക്ഷൻ എഴുതാനല്ല പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ 1/2ന്റെ 1/3 പേര് മാത്ത് ക്ലബിലുണ്ട്. അപ്പൊ ഇൻറ്റു 1/3. അപ്പൊ എത്ര വന്നു? 1/1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 3 6. അപ്പൊ മാത്ത് ക്ലബിലുള്ള കുട്ടികളുടെ ഫ്രാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എത്ര വരാ? 1/6.
കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ഇൻ യുവർ ഹെഡ്, റൈറ്റ് ദ മാത്സ് പ്രോഡക്ട്സ്. ഹെഡിൽ ചെയ്യാനാണ് പറയുന്നത്, തലയിൽ. വെറുതെ കണക്ക് കൂട്ടാൻ പാടില്ല. 1/4 ഇൻറ്റു 1/2, 1/4 ഇൻറ്റു 1/2. എങ്ങനെ കാണുക? 1/4 ഓഫ് 1/2 എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ. 1/4 ഓഫ് 1/2. ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എത്ര എന്താടണ്ടേ, മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് അർത്ഥം. 1/2ന്റെ 1/4 ഭാഗം. അപ്പൊ നിങ്ങളിത് ഹെഡിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖല്ലേ. 1 × 1 1, 4 × 2 8 വരും. അപ്പൊ 1/8 ആൻസർ വരും. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ കുറച്ചും കൂടി പ്രോബ്ലംസ് അങ്ങനത്തെ ഹെഡ് തലയിൽ ചെയ്യാൻ മനക്കണക്കായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു 5 ചെയ്തിട്ടുണ്ട്. അത് തന്നെ ചെയ്തൂടെ? സുഖല്ലേ ചെയ്യാൻ. 1/2 ഓഫ് 1/4 വീണ്ടും അത് തന്നെ. അപ്പൊ എന്താ വരാ? 1/8. അടുത്ത എത്ര വരും? 1/5 ഓഫ് 1/3, അതായത് 1/5 ഇൻറ്റു 1/3. അപ്പൊ എത്ര വരും? 1/15. അടുത്തതോ 1/15 തന്നെ അടുത്തു. അത് അങ്ങോട്ടും ഇവിടെ തിരിച്ച് മറിച്ചിട്ടൊന്ന് മാത്രം. 5 × 3 എന്ന് പറഞ്ഞാൽ 15 കിട്ടും. 3 × 5 എന്ന് പറഞ്ഞാൽ 15 കിട്ടും അല്ലേ? ഇപ്പം 3 × 5 എന്ന് പറഞ്ഞാൽ എത്ര ഇടാ? 50. 5 × 3 എന്ന് പറഞ്ഞാൽ എത്ര ഇടാ? 50. അങ്ങോട്ട് ഇവിടെ മാറ്റിയിട്ടോണ്ട് ഓർഡർ തെറ്റിച്ചിട്ടോണ്ട് ആൻസർ വ്യത്യാസം വരും. ഇൻറ്റുവിലും വ്യത്യാസം വരില്ല, പ്ലസിലും വ്യത്യാസം വരില്ല. അതേസമയം മൈനസ് ചെയ്യുമ്പോഴും വ്യത്യാസം വരും. ആ ഓർഡറിൽ തന്നെ എഴുതണം. ഡിവൈഡ് ചെയ്യുമ്പോഴും അതേ ഓർഡറിൽ എഴുതണം, അല്ലെങ്കിൽ ആൻസർ അങ്ങനെ തന്നെ മാറും അല്ലെ. പ്ലസ് ചെയ്യുമ്പോഴും ഇൻറ്റു ചെയ്യുമ്പോഴും ഏത് ഓർഡറിൽ എഴുതാലും സെയിം ആൻസർ ആണ് വരാം. ഇനി അടുത്ത് നോക്കിയാൽ 1/6 ഇൻറ്റു ഓഫ് 1/3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/6 × 3 എന്ന് പറയുമ്പോൾ 6 × 3 = 18. 1/18. അടുത്തത് 1/3 ഓഫ് 1/6. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചമർച്ച തന്നിരിക്കുന്നു. അപ്പൊ എന്ത് വരും? 1/18 തന്നെ അല്ലേ? ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലെസൺ ആണ് അല്ലേ. അത് കാരണം കുറച്ച് പാർട്ടുകൾ വേണ്ടി വരും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.